ഹലോ എവ്രി വൺ, ലോഗ്രാറിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. SCERT സീരീസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. നമ്മളിന്ന് നോക്കുന്നത് 10ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് 1 പാർട്ട് 2 ചാപ്റ്റർ 7 സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ. നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. വിധിയുടെ ചക്രങ്ങൾ ഒരു നാൾ ഇന്ത്യയെ ഉപേക്ഷിക്കുവാൻ ബ്രിട്ടീഷുകാരെ നിർബന്ധിതരാക്കും. പക്ഷേ ഏതു രൂപത്തിലുള്ള ഇന്ത്യയാകും അവരിവിടെ ഉപേക്ഷിച്ചു പോവുക എന്ന് തുടങ്ങുന്ന ഒരു കോട്ടോടുകൂടിയാണ് ചാപ്റ്റർ ആരംഭിക്കുന്നത്. രവീന്ദ്രനാഥ ടാഗോറിന്റെ വാചകങ്ങളാണ് ഇത്. എങ്ങനെയുള്ളൊരു ഇന്ത്യ ആയിരിക്കും അവരിവിടെ ഉപേക്ഷിച്ചു പോവുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. ഇന്ത്യ നേരിട്ട വെല്ലുവിളികൾ എന്തൊക്കെയായിരുന്നു, സ്വാതന്ത്ര്യാനന്തരം നമുക്ക് ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്നതാണ് നമ്മളിന്ന് ഈ ചാപ്റ്ററിലൂടെ നോക്കുന്നത്. ഒന്നാമത്, അഭയാർത്ഥി പ്രവാഹം. ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്കും പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്കും അഭയാർത്ഥി പ്രവാഹം ഉണ്ടായിരുന്നു. ഇതേ തുടർന്ന് വർഗീയ കലാപങ്ങളും ഇവിടെയുണ്ട്. കൽക്കട്ട, ബീഹാർ, നവഖാലി, ദില്ലി, പഞ്ചാബ്, കശ്മീർ എന്നീ പ്രദേശങ്ങളിലെ കലാപങ്ങൾ രക്തരൂക്ഷിതമായിരുന്നു. സ്ഥലങ്ങൾ ഓർത്തു വെച്ചിരിക്കുക: കൽക്കട്ട, ബീഹാർ, നവഖാലി, ദില്ലി, പഞ്ചാബ്, കശ്മീർ. ഈ പറയുന്ന സ്ഥലങ്ങളെല്ലാം ഓർത്തു വെച്ചിരിക്കുക. ഈ കലാപങ്ങളുടെയൊക്കെ വർഗീയ കലാപങ്ങളും വിഭജനവുമാണ് ഗാന്ധിജിയുടെ മരണത്തിലേക്ക് നയിക്കുന്നത്. 1948 ജനുവരി 30 ഡൽഹിയിലെ പ്രാർത്ഥനാ ഹാളിൽ വെച്ചിട്ടാണ് നാഥുറാം വിനായക ഗോഡ്സെ ഗാന്ധിജിയെ വെടിവെക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ നിന്ന് പ്രകാശം മറഞ്ഞു പോയിരിക്കുന്നു, എവിടെയും ഇരുട്ടാണ് എന്ന് ഗാന്ധിജിയുടെ മരണത്തെക്കുറിച്ച് അഭിപ്രായപ്പെട്ടത് ജവഹർലാൽ നെഹ്റുവാണ്. ഈ കോട്ട് പലവട്ടം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. അഭയാർത്ഥി പ്രവാഹങ്ങളെ തുടർന്ന് 10 ദശലക്ഷം പേർ ആയിട്ടുണ്ടായിരുന്നു. സ്വാതന്ത്ര്യാനന്തര ഗവൺമെന്റ് ഫലപ്രദമായ ഇടപെടലുകളും പുനരധിവാസ നടപടികളും വഴി അഭയാർത്ഥി പ്രശ്നം പരിഹരിക്കാൻ കഴിഞ്ഞു എന്നാണ് നമ്മൾ അറിയപ്പെടുന്നത്. ഇനി രണ്ടാമത്തെ പ്രശ്നമാണ് നമ്മുടേത്, നാട്ടുരാജ്യ സംയോജനം. പല പല നാട്ടുരാജ്യങ്ങളായി കിടന്നിരുന്ന ഇന്ത്യ ഒരൊറ്റ ഇന്ത്യ ആക്കുക എന്നത് വലിയൊരു വെല്ലുവിളിയായിരുന്നു. 600-ൽ പരം നാട്ടുരാജ്യങ്ങൾ ഉണ്ടായിരുന്നു അക്കാലത്ത്. സ്വാതന്ത്ര്യത്തിന് മുൻപ് ഇന്ത്യ ബ്രിട്ടീഷുകാർ നേരിട്ട് ഭരണം നടത്തിയ പ്രദേശങ്ങൾക്കും പുറമെ ബ്രിട്ടീഷ് നിയന്ത്രണത്തിലുള്ള 600ഓളം നാട്ടുരാജ്യങ്ങളും ഉണ്ടായിരുന്നു. കേന്ദ്ര മന്ത്രിസഭയിലെ സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട വകുപ്പിന്റെ ചുമതല സർദാർ വല്ലഭായ് പട്ടേലിനായിരുന്നു. അപ്പം കേന്ദ്ര മന്ത്രിസഭയിലെ സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട ചുമതല ആർക്കാണ്? സർദാർ വല്ലഭായ് പട്ടേലിനാണ്. അതിന്റെ സെക്രട്ടറി ആയിരുന്നു ആരെന്ന് പറയുന്നത് VP മേനോൻ എന്ന് പറയുന്നത്. സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ സെക്രട്ടറി ആണ് ആര്? VP മേനോൻ. ഇവർ രണ്ടുപേരും കൂടെ ചേർന്നാണ് നാട്ടുരാജ്യ സംയോജനം നടത്തിയത്. അപ്പം ലയന കരാർ, ഇൻസ്ട്രുമെന്റ് ഓഫ് അസെഷൻ തയ്യാറാക്കുകയും ഇതിൽ എന്തൊക്കെയാണ് ലയിപ്പിക്കേണ്ടത്? മെയിനായിട്ട് പ്രതിരോധം, വിദേശകാര്യം, വാർത്താവിനിമയം. ഈ 3 കാര്യങ്ങൾ ഓർക്കുക. ലയന കരാറിൽ കേന്ദ്രത്തിന് നൽകേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? പ്രതിരോധം, വിദേശകാര്യം, വാർത്താവിനിമയം. ഓരോ നാട്ടുരാജ്യങ്ങളും ഈ 3 കാര്യങ്ങൾ കേന്ദ്ര സർക്കാരിന് കൈമാറേണ്ടതാണ്. ജനകീയ പ്രതിഷേധങ്ങൾ കാരണം ഈ ലയന കരാറിലേക്ക് പല നാട്ടുരാജ്യങ്ങളും ഒപ്പുവെക്കുകയാണ് ചെയ്തത്. എന്നാൽ ഇതിൽ ഒപ്പുവെക്കാതിരുന്ന 3 നാട്ടുരാജ്യങ്ങളാണ് ഹൈദരാബാദ്, കശ്മീർ, ജുനഗഡ് എന്ന് പറയുന്നത്. അപ്പം ഇവരെ പിന്നീട് പല സൈനിക നടപടികളിലൂടെയും അനുരഞ്ജനത്തിലൂടെയൊക്കെയാണ് നമ്മൾ കൂട്ടിച്ചേർക്കുന്നത് ഇന്ത്യയുടെ ഭാഗമായിട്ട്. സ്വാതന്ത്ര്യത്തിന് ശേഷവും ഇന്ത്യയിൽ ഉണ്ടായിരുന്ന വിദേശ ശക്തികൾ ആരൊക്കെയാണ് എന്നുള്ള ചോദ്യം വന്നിട്ടുണ്ട്. ഫ്രാൻസും അതേപോലെ പോർച്ചുഗലുമാണ് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന വിദേശ ശക്തികൾ. സ്വാതന്ത്ര്യാനന്തരമാണ് ഇവർ ഇന്ത്യ വിട്ട് പോകുന്നത്. ഇതിന് ഫ്രാൻസ് ഇന്ത്യ വിട്ട് പോകാനുള്ള മെയിൻ കാരണം ജനകീയ പ്രക്ഷോഭങ്ങളാണ്. എന്നാൽ പോർച്ചുഗലിനെ നമ്മൾ സൈനിക നടപടിയിലൂടെയാണ് പുറത്താക്കുക ചെയ്തത്. ഇനി വിഭജനവുമായി ബന്ധപ്പെട്ട കുറച്ച് സിനിമകളാണ് പറയുന്നത്. സിനിമകൾ ഓർത്തു വെച്ചേക്കുക, സംവിധായകരെയും ഓർത്തു വെക്കുക. മാച്ച് ദ ഫോളോയിങ് ആയിട്ടൊക്കെ ചോദിക്കാം. ഋതിക് കട്ടക്കിന്റെ മേഘ് താക്കറെ, MS സത്യുവിന്റെ ഗരം ഹവ, ഗോവിന്ദ് നിഹലാനിയുടെ തമസ്, പമേലു റുക്സിന്റെ ട്രെയിൻ ടു പാകിസ്ഥാൻ. അപ്പൊ ട്രെയിൻ ടു പാകിസ്ഥാൻ എന്ന് പറയുന്നത് പമേലു റുക്സ് നിക്കു എന്നൊക്കെ പറയുന്നത് ട്രെയിനാണെന്ന് ആലോചിക്കുക. അപ്പൊ ട്രെയിൻ ടു പാകിസ്ഥാൻ പമേലു റുക്സ്. തമസ് ഗോവിന്ദ് നിഹലാനി, ഗരം ഹവ MS സത്യു, മേഘ് താക്കറെ, ഋതിക് കട്ടക്. ഇതിപ്പോൾ തന്നെ പഠിച്ചു പോവുക. കാരണം നമുക്ക് വേൾഡ് വാറിൻ്റെ ചാപ്റ്റേഴ്സിലും കുറേ അധികം സിനിമകൾ വരുന്നുണ്ട്. അപ്പോൾ ഒന്നും തമ്മിൽ തിരിഞ്ഞൊന്നും പോകരുത്. അതുകൊണ്ട് ഇത് ആദ്യം അങ്ങ് പഠിച്ചു വെച്ചേക്കാം. വിഭജനവുമായി ബന്ധപ്പെട്ട നമുക്കുള്ള 4 സിനിമകളാണ്. 4ൻ്റെയും പേര് ഓർത്ത് വെച്ചേക്കാം: മേഘ് താക്കറെ, ഗരം ഹവ, തമസ്, ട്രെയിൻ ടു പാകിസ്ഥാൻ. ഇനി VP മേനോനെ പറ്റി നോക്കാം. നമ്മൾ പറഞ്ഞു സെക്രട്ടറി ആയിരുന്നു ഏത്? സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ. 1894 പാലക്കാടിൽ ഒറ്റപ്പാലത്താണ് ഇദ്ദേഹം ജനിച്ചത്. വർഷം ഇമ്പോർട്ടൻ്റ് ആണ്, സ്ഥലം ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാം നോക്കി വെച്ചിരിക്കുക. കാരണം
എപ്പോൾ വേണമെങ്കിലും ചോദിക്കാം. 1894 പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്താണ് ജനിച്ചത്. ഡൽഹി സെക്രട്ടേറിയറ്റിൽ ഒരു ക്ലർക്കായിട്ട് ഇദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ നിർണായക പങ്കുവഹിക്കുകയും 1952 ഒറീസയുടെ ഗവർണറായി ചുമതലയേൽക്കുകയും ചെയ്തു. അപ്പോൾ ഒറീസയുടെ ഗവർണറായി ചുമതലയേറ്റത് ഏത് വർഷമാണ്? 1952. ഇതും ഒക്കെ ചോദിച്ചിട്ടുള്ളൊരു വർഷമാണ്. ഇനി ദ ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ്, ഇദ്ദേഹത്തിൻ്റെ 2 പുസ്തകങ്ങളാണ്. ഈ 2 പുസ്തകങ്ങളും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, നോക്കി വയ്ക്കുക. ദ ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ്. ഇനി നമ്മൾ പറഞ്ഞു ഫ്രാൻസും പോർച്ചുഗലുമാണ് സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയിലുണ്ടായിരുന്ന വിദേശ ശക്തികൾ. അപ്പോൾ ഫ്രാൻസ് എന്നാണ് പോയത്? 1954 ഇവിടെ വിട്ട് പോകുന്നത്. എന്നാൽ പോർച്ചുഗൽ പോകുന്നത് 1961. അപ്പോൾ അവസാനം പോയത് പോർച്ചുഗീസുകാരാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി ഇവരുടെ അധിനിവേശ പ്രദേശങ്ങൾ ഏതൊക്കെയാണ്? ഫ്രാൻസിന്റെ അധിനിവേശ പ്രദേശങ്ങളായിരുന്നു പോണ്ടിച്ചേരി, കാരക്കൽ, മാഹി, യാനം. പോണ്ടിച്ചേരി, കാരക്കൽ, മാഹി, യാനം എന്നിവ ഫ്രാൻസിന്റെ അധിനിവേശ പ്രദേശങ്ങളായിരുന്നു. ഗോവ, ദാമൻ, ദ്വീപ് എന്നിവയായിരുന്നു പോർച്ചുഗീസിന്റെ അധിനിവേശ പ്രദേശങ്ങൾ എന്ന് പറയുന്നത്. അപ്പം ഇത്രയാണ് നമ്മുടെ നാട്ടുരാജ്യ സംയോജനവുമായിട്ട് നമുക്ക് നോക്കാനുള്ളത്. ഇനി അടുത്ത 3ാമത്തെ പ്രശ്നമായിരുന്നു നമ്മുടെ ഭരണഘടന രൂപീകരണവും ആദ്യ പൊതു തിരഞ്ഞെടുപ്പും. അപ്പോൾ ഭരണഘടന രൂപീകരിക്കണം, പിന്നെ പൊതു തിരഞ്ഞെടുപ്പ് നടത്തണം. ഇതെല്ലാം നമ്മൾ നേരിട്ടൊരു വലിയ പ്രശ്നമായിരുന്നു. ഇന്ത്യയുടെ രാഷ്ട്ര രൂപീകരണത്തിനുള്ള അടിത്തറയായത് ഇന്ത്യൻ ഭരണഘടനയാണ്. അപ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാഷ്ട്രം രൂപീകരിച്ചത് നമ്മുടെ ഭരണഘടന കാരണമാണ്. ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരമാണ് 1946 ഡോക്ടർ രാജേന്ദ്ര പ്രസാദിന്റെ അധ്യക്ഷതയിൽ ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചു. ഇതെല്ലാം ഓരോരോ ക്വസ്റ്റ്യൻസ് ആണ്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷനാര്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. എന്നാണ് രൂപീകരിച്ചത്? 1946 രൂപീകരിച്ചത്. ഇനി ആരാണ് ഭരണഘടന നിർമ്മിച്ചത്? ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയാണ് നിർമ്മിച്ചത്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? BR അംബേദ്കർ ആണ് ചെയർമാൻ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ഉയർന്നു വന്ന അഭിലാഷങ്ങളുടെ പ്രതിഫലനമായിരുന്നു ഇന്ത്യയുടെ ഭരണഘടന. എന്നുവെച്ചാൽ നമ്മൾ പണ്ട് തൊട്ടേ നമ്മൾ വിചാരിച്ചിരുന്ന കാര്യങ്ങൾ മാത്രമാണ് നമ്മുടെ ഭരണഘടനയിൽ ഈ നേതാക്കൾ എഴുതി ചേർത്തിട്ടുള്ളത്. 1950 ജനുവരി 26 ഇന്ത്യ റിപ്പബ്ലിക് ആകുന്നത്. അന്ന് തന്നെയാണ് ഭരണഘടന എന്ത് ചെയ്യുന്നത്? നിലവിൽ വരുന്നത്. 1950 ജനുവരി 26 ഭരണഘടന നിലവിൽ വരുന്നത്. അന്ന് ഇന്ത്യ റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കുകയും ചെയ്തു. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട മറ്റൊരു പ്രശ്നമായിരുന്നു ഏത്? ജനാധിപത്യ വ്യവസ്ഥയുടെ രൂപീകരണം. നമുക്ക് ജനാധിപത്യം വേണമെന്ന് നമ്മൾ കൊണ്ടുവന്നു. അപ്പം അതിന് പൊതു തിരഞ്ഞെടുപ്പ് നടത്തണം. അപ്പോൾ ആദ്യ പൊതു തിരഞ്ഞെടുപ്പ് എന്നാണ് നടന്നത്? 51, 52. ഈ ഡേറ്റ് വർഷമൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്. സ്വാതന്ത്ര്യവും നിഷ്പക്ഷവുമായ നടന്ന ആദ്യ തെരഞ്ഞെടുപ്പായിരുന്നു. ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ വിജയമായിരുന്നു. അപ്പം നമ്മുടെ തെരഞ്ഞെടുപ്പ് എന്നാണ് നടന്നത്? 1951, 52 കാലയളവിലാണ് ആദ്യത്തെ തിരഞ്ഞെടുപ്പ് നടന്നത്. ഭാഷാ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളുടെ രൂപീകരണമായിരുന്നു ഇന്ത്യ നേരിട്ട അടുത്ത വെല്ലുവിളി എന്ന് പറയുന്നത്. സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കാൻ തീരുമാനിച്ചത് 1920 ചേർന്ന നാഗ്പൂർ കോൺഗ്രസ് സമ്മേളനത്തിലാണ്. തെലുങ്ക് സംസാരിക്കുന്നവർക്കായി ആന്ധ്ര സംസ്ഥാനം രൂപീകരിക്കാൻ പോറ്റി ശ്രീരാമുലുവിന്റെ നേതൃത്വത്തിൽ നിരാഹാര സമരങ്ങൾ ആരംഭിക്കുകയും 58 ദിവസത്തെ നിരാഹാരത്തെ തുടർന്ന് അദ്ദേഹം മരണപ്പെടുകയും ചെയ്തതാണ് ആന്ധ്രാപ്രദേശ് എന്ന് പറയുന്ന സംസ്ഥാനം 53 രൂപീകരിക്കാൻ ഉണ്ടായ കാരണം. ഇതേ തുടർന്ന് ഒരു സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ രൂപീകരിക്കുകയും അതിന്റെ ചെയർമാൻ ആരായിരുന്നു? ഫസിൽ അലി ആയിരുന്നു. ഇതിലെ മെമ്പേഴ്സാണ് HN ക്വിൻസ്റുവും അതേപോലെ മലയാളിയായ KM പണിക്കറും, കാവാലം മാധവ പണിക്കർ. ഇവരുടെ റിപ്പോർട്ടിനെ തുടർന്ന് സംസ്ഥാന പുനഃസംഘടനാ നിയമം പാർലമെന്റ് പാസ്സാക്കിയത് 1956. ഈ 56 കേരളം ഉൾപ്പെടെയുള്ള 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും രൂപീകരിക്കുക ഉണ്ടായി. ഇന്ത്യയുടെ ഓരോ മേഖലയിലുള്ള മുന്നേറ്റങ്ങൾ നമുക്കിനി മറ്റൊരു ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. അടുത്ത വീഡിയോയിൽ കാണാം.